അപ്പം എല്ലാവർക്കും മൈൻക്രാഫ്റ്റ് ബിഗിനർ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഫോർട്രസ് കണ്ടുപിടിച്ച് ഫോർട്രസ് തന്നെ നിൽക്കുവാണ് ഗൈസ്. ഒരു മനക്കമില്ല. അപ്പം ഞാനിങ്ങനെ ഫോർട്രസ്സിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ അയ്യോ മിക്കവാറും ഇവിടെ ഒരു ഗാസ്റ്റ് കാണാൻ ചാൻസസ് ഉണ്ട്. ഇത് അടി അടയ്ക്കണ്ടായിരുന്നു. ഇതുവരെ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ വന്ന വഴിയില്ല, അവിടെ ഞാൻ ഒരു ബ്ലേസ് സ്പോണ സ്ഥലം കണ്ട് തോണ്ടല്ലോ. അവിടെ റൂയിൻഡ് പോർട്ടലും ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ അവിടം വരെ കുഴിച്ചൊരു ഫോർട്രസിൻ്റെ അടിയിലെത്തി. അവൻ്റെ മണ്ടയ്ക്ക് മൊത്തം ബ്ലോക്കാണ് കേസ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടുന്ന് കുഴിച്ച് നേരെ അങ്ങോട്ട് പോകാം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടി വരുന്ന വഴിക്ക് എൻ്റെ കണ്ണിപ്പെട്ടയാണ് ആ സാധനം. സൂക്ഷിക്കണം, ഗാസ്റ്റ് കാണും ഗൈസ്, പറയാൻ പറ്റത്തില്ല. തോണ്ടിരിക്കുന്നു. ഓടിക്കോ. അവിടെ എക്സാക്റ്റ് ആയിട്ട് പറയുന്നില്ല അവിടെ. അപ്പം ഞാനിന്ന് അങ്ങോട്ട് കുഴിച്ച് അങ്ങോട്ട് പോകാൻ പോണു ഗൈസ്. മിക്കവാറും ആരെങ്കിലും വന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ഗാസ്റ്റ് തന്നെ എന്നെ കൊല്ലും ഗൈസ്. അയ്യോ ചത്ത് പെട്ട് ആരും എന്നെ ഇതുവരെ കണ്ടിട്ടില്ല. കുഴിച്ച സ്ഥലം മാറിപ്പോയി. അയ്യോ പെട്ടേ ഗൈസ്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി എന്തോ എവിടുന്നാ കുഴിച്ച് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. എങ്ങനെയെങ്കിലും ഞാൻ മേളിൽ എത്തിയിട്ട് കാണാം. ഞാൻ എന്തായാലും അവിടം വരെ പില്ലർ ചെയ്ത് പോയപ്പോൾ ഞാൻ കണ്ടു ഗൈസ്, ഇവിടുന്ന് നേരെ കുഴിച്ച് പോയാൽ അയ്യോ ചത്തില്ലേ, ചത്തേനെ. ഇവിടുന്ന് നേരെ ഏകദേശം കുഴിച്ച് പോയ ഫോർട്രസിൻ്റെ അടുത്ത് തന്നെയാണ് ഗൈസ് ചെല്ലുന്നത്. അപ്പം നമുക്ക് ആ വഴിയൊന്ന് നോക്കാമെന്ന് വെച്ച്. ഈ ഗാസ്റ്റാണ് സ്കെൽട്ടൻ പിന്നെ സഹിക്കും. ഗാസ്റ്റാണ് ഏറ്റവും വലിയ പ്രശ്നം. പിക്കാക്സ് പൊട്ടുമെന്നും അറിയത്തില്ല. ഇടയ്ക്ക് കുഴിയുണ്ടെങ്കിൽ അവിടെയും തേഞ്ഞ് ഒരു ആ തുമ്പൊന്ന് കണ്ടാൽ മതി, പിന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കയറി പറ്റിയാൽ മതി. ആ ഗാസ്റ്റിൻ്റെ കൊലവിളി കേട്ടാ എത്തിയില്ല. എവിടാന്നും അറിയാൻ വയ്യ. എത്ര ബ്ലോക്ക് മുമ്പിലോട്ടാന്ന് ചാടണ്ടായിരുന്ന. കണ്ട് കൈസ് കണ്ട് ഞാൻ ആ ഫോട്ടോസ് കണ്ട്. പക്ഷേ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് കുഴിച്ചു പോയിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തിപ്പറ്റിയിട്ട് വേണം. അവിടെ ബ്ലേസ് സ്പോൺ ആയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. എനിക്ക് അറിയാനും വയ്യത് എങ്ങോട്ടാണ് ഇറങ്ങണ്ടേന്ന്. അയ്യോ ആ ബ്ലേസ്, അമ്മച്ചേ ബ്ലേസ് ചത്ത് ഗൈസ്. മൊത്തത്തിൽ പെട്ടു. ഞാൻ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് സെറ്റ് ഔട്ട്. വീഡിയോ എടുത്തോണ്ടിരുന്ന എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് ബ്ലേസിനോട് ഫൈറ്റ് എടുക്കാൻ നോക്കും, നടക്കുന്നില്ല. ഒന്നിനെ കൊന്നു, വല്ലതും കിട്ടിയ അയ്യോ ഇല്ല, അതവിടെ നിന്ന് ചാർജ് ചെയ്തെറിഞ്ഞില്ല. ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും ഞാൻ തന്നെ ചാവ് ഇവിടെ നിന്ന്. എനിക്ക് താഴോട്ടിറങ്ങാനും പറ്റില്ല. അവിടെ എല്ലാവരും നിരന്ന് നിൽക്കുന്നു. അയ്യോ അതിൻ്റെ കൂടെ പിഗ്ലിന് ഇതിനെയൊക്കെ അടിച്ച് തോട്ടിക്കളയാവോ. ഒന്ന് കയറി വാടാ, ഏതെങ്കിലും ഒരുത്തൻ കയറി വാടാ. അവന്മാരെ ഞാൻ കയറി വരുന്നതും ഇല്ല ഗൈസ്, അതാണ് കുഴപ്പം. അയ്യോ ചത്തേ. അയ്യോ ഇത് സമ്മേളനം ഇവിടന്മാരുടെ ബ്ലേസിൻ്റെ സമ്മേളനം ഗൈസ്. രണ്ടെണ്ണത്തിനെ കൊന്നു. ഇവിടെ നിന്നൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു റോഡ് കിട്ടി. അവൻ്റെ ദേഹത്തെങ്ങാണ് അടിയുണ്ട്, അതിനെക്കാട്ടിയും വലിയ പണിയാണ്. ഇതിവിടെ തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് തന്നെ മിക്കവാറും ഇതിനെ എല്ലാത്തിനും കൊല്ലും ഗൈസ്. അയ്യാ പേടിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കും ഓരോരുത്തന്മാർ.
ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ നെതറി വന്ന് ബ്ലേസിനെ കൊല്ലാൻ ഇറങ്ങുന്നത് ഒരു വീഡിയോയ്ക്കകത്ത്. ഇതിനും ബ്ലേസിനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇവന്മാരെ തൊട്ടിട്ട് പോലും ഇല്ല. സത്യം പറയാല്ലേ, ഞാൻ ഈ മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങിയതിന് ശേഷമാണ് ആദ്യമായിട്ട് നെതറി വന്ന് ഇവന്മാരെ തൊടുന്നത്. അല്ലെങ്കിൽ അവിടെ വല്ല ബിൽഡും നടത്തിക്കൊണ്ട് അവിടെ ഇരുന്നേ. ഇത് എത്രണ്ണമായെന്ന് അറിയാൻ വയ്യല്ലേ. കയ്യിരിക്കുന്ന എന്തെങ്കിലും എടുത്ത് എറിയുകയും വേണം. ഇവന്മാരിങ്ങനെ തുരുതുരാന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അവിടെ ഇറങ്ങും? ആ സ്പോണറിനെ എങ്ങനെയെങ്കിലും അടയ്ക്കാന്ന് വെച്ചാൽ അതും പറ്റത്തില്ല. ഉഫ്, എത്രണ്ണം ആയി കാണുമോ എന്തോ. ഞാൻ എന്തായാലും ഇറങ്ങാൻ പോകുന്നു ഈ രണ്ടും കൽപ്പിച്ച്. എനിക്കിറങ്ങാൻ പോയി. ഞാൻ അവിടെ കൂടെ ഒന്ന് മാന്തി നോക്കട്ടെ. അയ്യോ ദോ വരുന്നു. ഇവിടെ അങ്ങ് അടച്ചു വച്ചേക്കാം. ഇറങ്ങട്ടെ, ഞാൻ ചാടാൻ പോന്ന്. ഇപ്പം ചാടും. ചാടി. അയ്യോ പ്ലേസ്. അയ്യോ ചത്തില്ല. ചത്താ തേഞ്ഞ്. ചത്ത്. ഓടാനും പറ്റുന്നില്ലല്ലേ. ചത്ത് ഇല്ല. ഞാൻ പോന്ന്. ചത്ത്. എൻ്റെ സാധനം ഉടനെ തന്നെ ഇത് റീകളക്ട് ചെയ്തിട്ട് ഗൈസ് തേഞ്ഞ്. എൻ്റെ വീട്ടിലോട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ ഹോം മിസ്സിങ് ആണ്. എനിക്ക് അനങ്ങാൻ വീടുന്നു. അയ്യോ ചത്തേ. അത് ഇവിടെ രാത്രി എന്ത് കഷ്ടം എന്ന് പറ. ഞാൻ ഇനി ഇവിടുന്ന് എങ്ങനെ അവിടെ പോവും? എനിക്ക് നെതറല്ലേ വരണ്ടേ. ഞാൻ നെതറിൽ കയറാൻ പോകുന്നു ഗൈസ്. എനിക്കറിയണ്ട. എൻ്റെ ഹെൽമെറ്റും പോയി, എല്ലാം പോയി. ഞാൻ ഇനി എങ്ങനെ അതിൽ കയറില്ല. അവന്മാർ എന്നെ പച്ചയ്ക്ക് കത്തിയും ഗൈസ്. ഓക്കെ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തട്ടെ ഗൈസ്. നമുക്ക് കാണാം. ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടന്മാർ വന്ന് ഇവിടെ വന്നപ്പോൾ 2 ബ്ലേസ് ഇവിടെ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ എൻ്റെ മൊത്തം ഇപ്പോൾ 10 ബ്ലേസ് റോഡ് ഞാൻ തല്ലിക്കൊന്ന് ഇവിടെ അടച്ച് മേലോട്ട്. പിന്നെ തണ്ടിതാ ഇതിൻ്റെ പുറകെ 4 പേരായിരിക്കും ഇവിടെ അടച്ച് ഒന്നുകൂടെ അടക്കണം. ഞാൻ എങ്ങനെ അയ്യോ നിൽക്കുന്നു ഇവന്മാരെന്താ അവിടെ. ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ഓടി വന്നതാണ് ഗൈസ്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ചാടണം. അപ്പോൾ ഈ ബ്ലേസ് ഇങ്ങനെ താഴോട്ട് വരും. വരണ്ടയാണ്. വന്നില്ലെങ്കിൽ എന്നെ ഊട്ടിച്ചിട്ടടിക്കും. അയ്യോ ഇതിലെ കൂടെ വരാൻ സ്ഥലമില്ല ഗൈസ്. വെട്ടിക്കൊടുക്കട്ടെ, കണ്ണും കാണാൻ വയ്യ. അതാണ്ടേ. അപ്പോൾ നമ്മളിവിടെ നിങ്ങൾ തല്ലിക്കൊല്ലും. എൻ്റെ ടെക്നോളജിയാണ് ഗൈസ്. ട്രൈ ചെയ്ത് നോക്കിക്കോ, വർക്കാവും മിക്കവാറും. ചിലപ്പോൾ നിങ്ങൾ ചാവും, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. എന്തെങ്കിലും ഒന്ന് നടക്കും എന്തായാലും. വേണ്ട, എൻ്റെ ഈ 10 ബ്ലേസ് റോഡ് മേളിൽ നിന്ന് വെട്ടിക്കൊന്നത് ഇപ്പോൾ വന്ന 2 10 ബ്ലേസ് റോഡ് കിട്ടി. ഇപ്പോൾ 11. എനിക്കൊരു 16 ബ്ലേസ് റോഡെങ്കിലും മിനിമം വേണം. എന്നാലേ എനിക്ക്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത്. എൻ്റർപ്പേൾ എറിയുമ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് 2 3 ഒക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇന്നിട്ട് അപ്പം ഞാൻ 16 ബ്ലേസ് പൗഡറെങ്കിലും വേണം. അങ്ങനെ 16 ബ്ലേസിനെ എവിടെ നിന്ന് കൊല്ലണം. എടാ ഒരെണ്ണം ഡ്രോപ്പ് ചെയ്യടാ. എന്തുവാടാ. എന്തായാലും മേളിൽ നിന്ന് വാരി പറക്കിയിട്ട് അടിച്ച് എല്ലാത്തിനെയും തൂക്കിയപ്പോൾ തന്നെ 8 എങ്ങാണ്ട് കിട്ടി. പിന്നെ ഇവിടുത്തെ 2 തന്നെ കൂടെ ചേർത്ത് 10 കിട്ടി. എന്നാണ് എൻ്റെ നിഗമനം. 13 ഗൈസ്. ഇനി ഒരു 3 കൂടെ. വെറും 3 കൂടെ. ഇനി ഇവിടെ തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുമ്പോഴാണ്. തിരിച്ചെന്തായാലും ഞാൻ ബേസിലോട്ടേ പോകും. വാടാ. അയ്യോ ഇതാ വരുന്നു. താഴെ 14. 2 മതി. 2 കിട്ടി ഞാൻ പോവും. പെട്ടെന്ന് വാ 2 പെട്ടെന്ന് വാ. ഇറങ്ങി വാ. അയ്യോ അടി കൊള്ളുന്നില്ല. എടാ ഒന്നും ഡ്രോപ്പ് ചെയ്യുന്നില്ലടാ. ഒരുത്തൻ ഡ്രോപ്പ് ചെയ്ത്. അടുത്തവൻ ഡ്രോപ്പ് ചെയ്ത്. അങ്ങനെ ഇത് വന്നുകൊണ്ടിരിക്കുവാന്നല്ലേ ഗൈസ്. ഞാൻ പോന്നു. 17 മതി, തൃപ്തിയായി. ഞാൻ പോന്നു.
ബ്രോട്ട് ഇനിയും വരേണ്ടി വരും. വന്ന വഴിയും മറന്നുപോയല്ലേ ഗൈസ്, ഞാൻ വന്ന വഴി മറന്നുപോയി. ഇതുവഴി കൂടെ അല്ലേ ഞാൻ വന്ന, അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി ഓടിയതാണ്. അപ്പോൾ ഇതുവഴി കൂടെ കുഴിച്ചു പോകാൻ പറ്റുമോ നോക്കാം. ഇങ്ങോട്ടെന്തോ വഴി ഞാൻ കാണുന്നു. ആ ഇതെനിക്ക് ഓർമ്മയുണ്ട്, ഇതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ വഴി. ആ അതാ നിൽക്കുന്നത്. അവിടെ ഇരിക്കാതെ ഇങ്ങോട്ട് വാടാ. ഇത് പിന്നെ എങ്ങനെ അവിടെ സ്പോണായെന്ന് എനിക്കറിയാൻ വയ്യ എന്തായാലും. അയ്യോ കൊല്ലല്ലേ എടാ, അനങ്ങാനും വയ്യല്ലേ ഇവിടുന്ന്. ഇനി അതിനകത്ത് വീണ എനിക്ക് ചാവാൻ വയ്യ. ഷീൽഡും കാണുന്നില്ല കയ്യിലപ്പോൾ. എടാ വാടാ, കയറി വാടാ. എന്തായാലും ഞാൻ പോകുന്നു ഗൈസ്, എനിക്ക് മതിയായി. ഇനി ഇവിടുന്ന് തിരിച്ചെങ്ങനെ പോകുമെന്ന് അറിയാൻ വയ്യ. വന്ന ഒരു ആവേശത്തിൽ ഇങ്ങനെ ഓടിപ്പോരുന്നതാണ്. അയ്യോ വഴി മറന്നുപോയല്ലേ. ആ മേലോട്ട്. അയ്യോ വഴി എങ്ങോട്ടാന്നേ? ആ മറന്നുപോയി. ഞാൻ എങ്ങനെയായിരുന്നു ഇവിടെ വന്ന് വീണത്? ആ അതാ ഇവിടുന്ന്. ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ആ ഇത് കുഴിന്ന് നേരെ വന്ന് വീണ്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു പോകണ്ടേ? എനിക്ക് തോന്നുന്നത് ഇല്ല പോകുന്ന പാലത്തിനകത്താണ് എത്തേണ്ടത്. അതിനകത്ത് ഇവിടെ നേരെ മേലോട്ട് പോയാൽ പോരെ. മതി. ഞാനപ്പം ഇനി പാലത്തിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഞാൻ തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഒന്നും നോക്കുന്നില്ല, നമുക്ക് നേരെ ഓടി നമ്മുടെ ബേസിലെത്തിയിട്ട് കാണാം. ഇനി ഞാൻ നെതർ പോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ട് ഞാൻ ഇനി വീഡിയോ പ്ലേ ചെയ്യും, അല്ല ബാക്കി ഇതെടുക്കത്തുള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ കാണുന്ന നെതർ പോർട്ടൽ. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല ഇപ്പോൾ. ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഇറങ്ങി ഒറ്റ ഓട്ടം ഓടിയിട്ട് ഞാൻ പോർട്ടലിൽ കയറാൻ പോകുന്നു. അയ്യാ കൊടുക്കല്ലേ, ചാവല്ലേ, ചത്തില്ല. ഞാൻ പോന്നു. ഞാൻ ഇനി ഇങ്ങോട്ടേ ഇല്ല, ഞാൻ ഇനി നരകത്തിലോട്ടില്ല. അങ്ങനെ എത്തി ഗൈസ്. ഇവിടെ ഇനി രാത്രിയാണെന്ന് രാവിലെ ദൈവത്തിനറിയാം. വലിയ രാത്രിയാ. ബെഡ് കൊടുത്തില്ലടാ. ബോട്ടുണ്ട്. ഓടിക്കോ. അയ്യോ സ്ഥലം മറന്നുപോയി. കേറാ. എങ്ങോട്ടാന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും വെച്ച് കത്തിക്കാൻ പോകുന്നു. ഇതിൻ്റെ ഞാൻ കോർഡിനേറ്റ് നോക്കിയിട്ട് കോർഡിനേറ്റ് എഴുതി വെച്ച ബുക്ക് കാണുന്നില്ല. അയ്യോ അതുകൊണ്ട് വരുന്നു. എന്തായാലും ഞാൻ ഇവിടെ നേരെ പോയിട്ട് ഇടത്തോട്ട് ഇരിക്കാൻ പോകുന്നു. എന്തോ 88 808 അങ്ങനെ കണ്ടായിരുന്നു, മറന്നുപോയി. എൺപത്തെട്ട് 808 അപ്പോൾ അങ്ങോട്ടാണ്. അല്ലെങ്കിൽ അടുത്ത വീഡിയോക്കകത്ത് ബേസിലായിരിക്കും നമുക്കിനി ബേസിലെത്തിയിട്ടാണ് അല്ലെങ്കിൽ വീഡിയോയുടെ ടൈം. ഗൈസിലങ്ങ് ദൂരെ ഞാൻ എൻ്റെ വില്ലേജ് കാണുന്നു. അയ്യോ ഞാനൊന്നും ചെയ്യല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ലാഗും. ചുറ്റും ക്രീപ്പർ സോംബി ഇതാ വരുന്നു. അയ്യോ ചത്തില്ല. വഴി മറന്നുപോയി. ആ പന്നി എൻ്റെ പുറകെ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, താഴോട്ട്. എത്തി. അയ്യാ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചെത്തി ഗൈസ്. നമ്മൾ അങ്ങനെ ബ്ലേസ് റോഡ് കളിക്കിയത്. അടുത്ത എപ്പിസോഡിൽ നെതറിൽ തന്നെ എന്നുള്ള കളിയാണ്. അടുത്ത ബയോം കണ്ടുപിടിക്കണം. താഴെ കൊണ്ടുപോകട്ടെ. അടുത്ത എൻ്റർപേഡ്. അയ്യോ ഇവിടുന്ന് സാധനമല്ല ഞാൻ കുത്തിപ്പൊളിച്ച് മാറ്റി ഗൈസ്. ഇവിടുന്ന് ഞാൻ എന്തോ എടുത്ത് ഇവിടുന്ന് ഗോൾഡ് എടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ ഹെൽമെറ്റ് എടുത്തായിരുന്നു, വേറെ ഒന്നുമില്ല. അയ്യോ ഞാൻ എങ്ങനെയൊക്കെയോ 17 ബ്ലേസ് റോഡും കൊണ്ട് ഞാൻ തിരിച്ചെത്തി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ നെതറിൽ തന്നെ പോയിട്ട് എൻഡർമാനെ കൊല്ലുന്ന പരിപാടിയായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ഇസ്മാൻ ഗാഡ് ഓഫ് സൈനിങ് ഓഫ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.